ഇനി അഭിപ്രായ സർവേ ഒന്നും നടത്താതെ നമുക്ക് പ്രവചിക്കാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 90 മുതൽക്ക് 110 വരെ സീറ്റുകൾ യു ഡി എഫിന് കിട്ടാവുന്ന ഒരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇത് പറയുമ്പോൾ അത് യു ഡി എഫിൻ്റെ മേന്മകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കെട്ടുറപ്പുകൊണ്ടാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയൊന്നും വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം 10 കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെക്കുറിച്ച് ഇപ്പോൾ ജനങ്ങൾക്ക് അത്ര വ്യക്തമായ ഒരു ഓർമ്മയില്ല. അതിഭയങ്കരമായ അഴിമതിയായിരുന്നു, കെടുകാര്യസ്ഥതയായിരുന്നു, സമുദായ പ്രീണനമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സമയത്ത് നടത്തുന്നത്. അതിപ്പോൾ ജനങ്ങളുടെ ഓർമ്മയിൽ നിന്നും മങ്ങിയതുകൊണ്ടും ഈ പിണറായി ഭരണത്തിൻ്റെ കരാളത ജനങ്ങളുടെ മുമ്പിൽ പച്ച പിടിച്ച് നിൽക്കുന്നതുകൊണ്ടും പിന്നെ 10 കൊല്ലം ഭരിച്ചൊരു സർക്കാരിനോട് ജനങ്ങൾക്കുണ്ടാകുന്ന വിപ്രതിപത്തി ഇരട്ടിയായിരിക്കും എന്നുള്ളതുകൊണ്ടും ഈ ആൻറ്റി ഇൻകംബൻസി അഥവാ ഭരണവിരുദ്ധ വികാരം ശക്തമായതുകൊണ്ട് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടാൻ പോവുകയാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ശിഥിലമാണ്. എന്താണ് 2 കാലും കുഴിയിലായ നേതാക്കന്മാർ വരെ മത്സരിക്കാൻ തയ്യാറായിട്ട് പുതിയ കതറുകുപ്പായൊക്കെ ഇസ്തിരിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഗോദറേജ് അടക്കമുള്ള ഹെയർ ഡൈയുടെയൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരൊക്കെ മുടി കറപ്പിക്കാനും മീശ കറപ്പിക്കാനുമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പണ്ടേ കണ്ടം ചെയ്തു പോയ KSRTC ബസ്സുകളൊക്കെ ഇപ്പോൾ വീണ്ടും പൊടി തട്ടി നിരത്തിലിറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇത് പറയുമ്പോൾ പല മുഖങ്ങളും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ണു കാണാത്തവരും ചെവി കേൾക്കാത്തവരും പണ്ടൊക്കെ ആണെങ്കിൽ ഗവർണറായി പോകാൻ പ്രായമായവരും ഒക്കെ മത്സരരംഗത്ത് വരികയാണ്. ഇതാണ് സത്യത്തിൽ LDFന് ഗുണകരമായി തീരാവുന്ന ഒരു സാഹചര്യം. കാരണം ഈ ജനങ്ങൾ വെറുത്ത കുറേ കോൺഗ്രസ്സുകാർ വെപ്പ് വല്ലൊക്കെ ഫിറ്റ് ചെയ്ത് പച്ചച്ചിരിയുമായിട്ട് വോട്ട് ചോദിച്ചു വരുമ്പോൾ LDF കുറച്ചുകൂടി ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുകയും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്താൽ കുറച്ച് സീറ്റുകളെങ്കിലും അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് 80 സീറ്റിലേക്കോ അല്ലെങ്കിൽ 75 സീറ്റിലേക്കോ യു ഡി എഫിൻ്റെ വിജയത്തെ ചുരുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ LDFന് വലിയ വിജയമായിരിക്കും.